സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് ഖുർആൻ വാദികളുടെ ഒരു കപട ശാസ്ത്രവാദത്തിൽ സത്യം കൂടി മനസ്സിലാക്കാം. മതഗ്രന്ഥങ്ങൾ ആത്മീയ മാർഗനിർദ്ദേശത്തിനാണ്. അവ ശാസ്ത്രപുസ്തകങ്ങളല്ല. അവ എഴുതിയ കാലത്ത് മനുഷ്യർ അറിയുന്ന പരിധിയിലായിരുന്നു അവയിലെ അറിവ്. അതുകൊണ്ട് അവയിൽ പറഞ്ഞ പല കാര്യങ്ങളും ആ കാലത്ത് ശരിയായി തോന്നിയിരുന്നാലും ഇന്നത്തെ ശാസ്ത്രപരിശോധനയിൽ അതിന് തെളിവുകളില്ല. പലതും ആ കാലത്തെ വിശ്വാസം മാത്രമായാണ് കാണപ്പെടുന്നത്. ചിലർ പറയാറുണ്ട്, ഖുർആനിൽ തന്നെ പ്രപഞ്ചസൃഷ്ടിയെക്കുറിച്ച് ബിഗ് ബാങ് തിയറി പറഞ്ഞിട്ടുണ്ട് എന്ന്. ഇത് ശരിയോ എന്ന് നോക്കാം. ഖുർആനിലെ സൂറത്തുൽ അൻബിയയിലെ 20-ാം ആയത്തിൽ പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും ഒരുമിച്ചിരുന്നതല്ലേ, പിന്നെ ഞങ്ങൾ അവ രണ്ടും വേർതിരിച്ചു. ഇത് കാണിച്ച് പലരും പറയുന്നു ഇതാണ് ബിഗ് ബാങ്. പക്ഷേ അതിന്റെ അർത്ഥം വിശദമായി നോക്കുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ആ വാചകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള അറബി പദങ്ങൾ റൽക്ക് എന്നും ഫൽക്ക് എന്നും പഴയ കവിതകളിൽ മേഘം പിരിയുന്നത്, വിത്ത് പൊട്ടിത്തളിർ കയറിയത് തുടങ്ങിയ ദൃശ്യങ്ങൾ പറയാൻ ഉപയോഗിച്ചിരുന്നത്. അത് അന്നത്തെ മനുഷ്യർ കാണുന്ന പ്രകൃതി ദൃശ്യം. അതുകൊണ്ട് അത് പ്രപഞ്ചം പൊട്ടി പടർന്നുപോയി എന്ന ശാസ്ത്രീയ വിശദീകരണമല്ല, ആകാശത്തിന്റെയും ഭൂമിയുടെയും രൂപങ്ങളാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ശാസ്ത്രം എന്താണ് പറയുന്നത് എന്നത് നോക്കാം. ശാസ്ത്രം പറയുന്നത് ഇതാണ്: 13.5 ബില്യൺ വർഷങ്ങൾക്കു മുമ്പ് മുഴുവൻ പ്രപഞ്ചവും അത്യന്തം ചെറുതും അതിശക്തമായ സാന്ദ്രതയുള്ള ഒരു ബിന്ദുവിലായിരുന്നു. അതിൽ നിന്നാണ് സ്ഥലം, കാലം, ഊർജം, പദാർത്ഥം എല്ലാം വികസിച്ചത്. ഇത് ഒരു പൊട്ടിത്തെറിയല്ല, ഒരു വ്യാപനമാണ്. അതിനെ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നു. ഇത് തെളിയിക്കുന്നതിനു ശാസ്ത്രത്തിന് നിരവധി തെളിവുകളുണ്ട്. ഗാലക്സികൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നത് ഹബിള് കണ്ടുപിടിച്ചു. അതായത് പ്രപഞ്ചം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. പെൻസിയാസ്, വിൽസൺ എന്നിവർ കണ്ടെത്തിയ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ പ്രപഞ്ചത്തിന്റെ ആദ്യ താപാവശിഷ്ടം തന്നെയാണ്. മറ്റൊന്ന്, ഹൈഡ്രജൻ, ഹീലിയം പോലുള്ള മൂലകങ്ങളുടെ അളവ് ബിഗ് ബാങ്ങിന് ശേഷമുള്ള കണക്കുകളുമായി പൊരുത്തപ്പെടുന്നു. ഇവയെല്ലാം ചേർന്നാണ് ശാസ്ത്രം പ്രപഞ്ചത്തിന്റെ ഉത്ഭവം ഉറപ്പിക്കുന്നത്. ഇപ്പോൾ ചോദിക്കാം, ഖുർആനിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിന് കണക്കോ തെളിവോ ഉണ്ടോ? അവിടെ എപ്പോൾ, എങ്ങനെ, എന്ത് ഘട്ടങ്ങളിലൂടെയാണ് പ്രപഞ്ചം രൂപപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. പഴയ കാലത്തെ മനുഷ്യൻ കാണുന്ന ആകാശവും ഭൂമിയും ചേർന്നതും പിരിഞ്ഞതും എന്നൊരു രൂപം മാത്രമാണ് അതിലുള്ളത്. മറ്റൊരു ഉദാഹരണം നോക്കാം. സൂറത്തുൽ ഫുസ്സിലത്ത് അധ്യായം 41. അവിടെ പറയുന്നുണ്ട്, അല്ലാഹു ഭൂമിയെ 2 ദിവസങ്ങളിൽ സൃഷ്ടിച്ചു, പിന്നെ ആകാശത്തിലേക്ക് തിരിഞ്ഞു, അപ്പോൾ അത് പുക പോലെയായിരുന്നു. ചിലർ ഇതിനെ ആദ്യകാല ഗ്യാസ് ഘട്ടം എന്ന് വ്യാഖ്യാനിക്കുന്നു. പക്ഷേ അതും ശരിയായ ശാസ്ത്രീയ വിശദീകരണമല്ല. കാരണം ശാസ്ത്രം പറയുന്നത് ആദിമ പ്രപഞ്ചം പുക അല്ല, അത്യന്തം ചൂടുള്ള പ്ലാസ്മ ഘട്ടമായിരുന്നു എന്നാണ്. പുക എന്നത് ആ കാലത്തെ മനുഷ്യർ ആകാശം കാണുമ്പോൾ തോന്നിയ രൂപമാണ്. ഖുർആനിൽ പല ഇടങ്ങളിലും 7 ആകാശങ്ങൾ എന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നു അതാണ് അന്തരീക്ഷത്തിലെ 7 പാളികൾ. പക്ഷേ ഭൂമിയുടെ അന്തരീക്ഷം ശാസ്ത്രം പറയുന്നത് പോലെ 5 or 6 പ്രധാന പാളികളായാണ് വിഭജിച്ചിരിക്കുന്നത്. 7 എന്നത് കവിതാത്മകമായ സംഖ്യയാണ്, ശാസ്ത്രീയ കണക്ക് അല്ല. ഇവയെല്ലാം കൂടി നോക്കുമ്പോൾ വ്യക്തമാണ്, ഖുർആനിൽ പറയുന്ന പ്രപഞ്ചസൃഷ്ടി വാചകങ്ങൾ ആ കാലത്തെ മനുഷ്യർ കാണുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ രൂപങ്ങളാണ്. അവയെ ആധുനിക ശാസ്ത്രവാദങ്ങളായി കാണിക്കുന്നത് ശരിയല്ല. പിന്നീട് ശാസ്ത്രം കണ്ടെത്തിയ കാര്യങ്ങളെ പഴയ വാചകങ്ങളോട് പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഈ വാദങ്ങൾ. പക്ഷേ അവയ്ക്ക് തെളിവില്ല. മതഗ്രന്ഥങ്ങൾ മനസ്സിന്റെ സമാധാനത്തിനാണ്, ജീവിത മൂല്യങ്ങൾക്കായി, ആത്മീയക്കായി. അവയെ ശാസ്ത്രപുസ്തകമാക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. ശാസ്ത്രം പറയുന്നത് തെളിവാണ്. അത് നിരീക്ഷണം, പരീക്ഷണം, കണക്കുകൾ എന്നിവയെ ആശ്രയിച്ചാണ് വളരുന്നത്. മതം പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം ആത്മസന്തോഷത്തിന് മതിയാകും. പക്ഷേ സത്യം കണ്ടെത്താൻ ശാസ്ത്രീയ അന്വേഷണം വേണം. മതം പറഞ്ഞു ചോദിക്കരുത്, ശാസ്ത്രം പറഞ്ഞു ചോദിക്കൂ. മതം പറഞ്ഞു അനുസരിക്കൂ, ശാസ്ത്രം പറഞ്ഞു അന്വേഷിക്കൂ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, മതഗ്രന്ഥങ്ങൾ മനുഷ്യന്റെ പ്രാരംഭ ചിന്തയുടെ പ്രതിഫലനമാണ്. ശാസ്ത്രം മനുഷ്യന്റെ ബോധവികസനത്തിന്റെ തെളിവാണ്. ആദിമ വിശ്വാസങ്ങളിൽ നിന്നു ആധുനിക അറിവിലേക്കുള്ള യാത്രയാണ് ശാസ്ത്രം. ചിന്തിക്കൂ, അന്വേഷിക്കൂ, തെളിവ് നോക്കൂ. സത്യം അന്വേഷിക്കുന്നവർക്ക് തെളിവാണ് മാർഗം. സത്യത്തെ തേടുന്ന യാത്രയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ.